ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ശിവരാമൻ അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, എനിക്ക് ഇനി ഈ ലോകത്തുനിന്ന് എൻ്റെ സ്വന്തമായി പറയാൻ എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ നിങ്ങൾക്ക് അപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശിവരാമൻ അവിടുന്ന് പോകുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ നിന്നും മടങ്ങി വരുന്ന സച്ചിയാണ്. സച്ചിയെ കാണുമ്പോൾ സേതു ചോദിക്കുകയാണ്, അല്ല സച്ചി, ധനുഷ് എവിടെ? ഞാൻ കണ്ടില്ല അച്ഛാ, ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയെന്നാ തോന്നുന്നത്. അല്ല സച്ചി, അവൻ ഓഫീസിൽ എങ്ങനെയുണ്ട്? അവനിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ അച്ഛാ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. അല്ല സച്ചി, അവനിപ്പോൾ പുതിയൊരു പോസ്റ്റല്ലേ നമ്മൾ നൽകിയിരിക്കുന്നത്, അതാ ഞാൻ നിന്നോട് ചോദിച്ചതെന്ന് സേതു പറയുന്നു. 2-3 മാസത്തെ ഫയലെല്ലാം രേണുകയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛാ എന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുകയാണ്, നിങ്ങളാരും അവനോട് വേർതിരിവൊന്നും കാണിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും കാണിക്കാറില്ല അച്ഛാ, പക്ഷേ നന്ദേട്ടനും സന്ദീപും അവൻ തന്നെ വേണം അതെല്ലാം തന്നെ ഇല്ലാതാക്കിയെടുക്കാൻ. എന്താണെങ്കിലും 1 മാസം ഇങ്ങനെ തന്നെ പോകട്ടെ. അവൻ്റെ ഉത്തരവാദിത്തം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ കൂടി എനിക്ക് അവനെ ഏൽപ്പിക്കാനെന്ന് സേതു പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. അച്ഛൻ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സന്ദീപിനോടും നന്ദേട്ടനോടും കൂടി ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ധനുഷിനിപ്പോൾ ഉത്തരവാദിത്തങ്ങളൊന്നും കൊടുക്കണ്ട. അതുമല്ല, അച്ഛൻ ഇനി കൊടുക്കുകയും വേണ്ട. അവൻ്റെ ആത്മാർത്ഥതയും വിശ്വാസയോഗ്യതയും ഒക്കെ കണ്ട് നന്ദേട്ടൻ തന്നെയായിരിക്കും അവനെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കാനെന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുകയാണ്, അതിന് ധനുഷിനെ അവൻ ശത്രുവായിട്ടല്ലേ കാണുന്നത്. അച്ഛാ, നന്ദേട്ടൻ വിചാരിച്ചിട്ട് പോലും നേരെയാക്കാൻ പറ്റാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. 2 ദിവസത്തെ ധനുഷിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ അവനെതിരെ പലതും പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയും കൂടുതലാണ്. എന്താണെങ്കിലും അവൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് നേരെ അയക്കാൻ സാധിക്കുകയാണെങ്കിലേ നന്ദേട്ടൻ്റെ പ്രിയപ്പെട്ട ആളായി തന്നെ അവൻ വൈകാതെ മാറും. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. എല്ലാം കേട്ടതിന് ശേഷം സേതു പറയുകയാണ്, അർച്ചനയുടെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് അർച്ചനയുടെ സ്വഭാവമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് അർച്ചനയ്ക്കും. കുടുംബത്തിൻ്റെ നന്മയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി അവൾ ഓരോ തീരുമാനങ്ങളെടുത്ത് അത് നമ്മൾ വഴി നടപ്പിലാക്കും. അതുതന്നെ അർച്ചനയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സേതു അവിടുന്ന് പോകുമ്പോൾ സച്ചിയും മുറിയിലേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന അവന്തിക മനസ്സിൽ പറയുകയാണ്, ധനുഷ് ഓഫീസിൽ ആളാകാൻ ശ്രമിക്കുകയാണെന്നാ തോന്നുന്നത്. അവൻ ആ ഡിപ്പാർട്ട്മെന്റ് നേരെയാക്കി എടുക്കാൻ പറ്റിയാൽ പിന്നെ നന്ദേട്ടനും സന്ദീപിനും അവനോടുള്ള ദേഷ്യം മാറുകയും അവൻ ഈ വീട്ടിലെ മരുമകനായി തന്നെ വിലസുകയും ചെയ്യും. എന്താണെങ്കിലും അതിനനുവദിക്കാൻ പാടില്ല. രേണുക അവളല്ലാതെ ഇപ്പോൾ ഒരു നല്ല ഓപ്ഷൻ എൻ്റെ മുന്നിലില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക രേണുകയെ വിളിക്കുകയാണ്. തുടർന്ന് അവന്തിക രേണുകയെ വിളിക്കുകയാണ്, ഇനി എപ്പോഴും ധനുഷിൻ്റെ മേൽ നിന്റെ കണ്ണുണ്ടായിരിക്കണമെന്നും ധനുഷ് നോക്കുന്ന ഓരോ ഫയലുകളും ധനുഷിൻ്റെ ഓരോ കാര്യങ്ങളും എന്നെ വിളിച്ചറിയിക്കണമെന്നും അവന്തിക പറയുന്നു. മേഡം പറയുന്നത് പോലെ തന്നെ എല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രേണുക കോള് കെട്ടിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിര മുറിയിൽ നിന്നും താഴേക്ക് വരുന്ന തക്കം നോക്കി ഇരിക്കുകയായിരുന്നു ശിവരാമൻ. അങ്ങനെ ആതിര താഴേക്ക് വരുന്ന തക്കം നോക്കി ശിവരാമൻ ആതിരയുടെ മുറിയിലേക്ക് പോവുകയും ആതിരയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇത് അടുക്കളയിൽ നിന്ന് കാണുന്ന അർച്ചന ശിവേട്ട എന്ന് വിളിച്ചുകൊണ്ട് ശിവരാമന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ശിവേട്ട, കുഞ്ഞിനെ ഇങ്ങ് തന്നേയെന്ന് അർച്ചന പറയുമ്പോൾ ഇതെന്റെ കുഞ്ഞാണെന്നും ഞാൻ തരില്ലെന്നും ശിവരാമൻ പറയുന്നു. തുടർന്ന് അർച്ചന ആതിരയെ വിളിക്കുകയാണ്. തുടർന്ന് ആതിരയും അർച്ചനയും ചേർന്ന് ശിവരാമന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ശിവരാമൻ കുഞ്ഞിനെ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, ഇല്ലെങ്കിൽ എനിക്കിത് പണിയാകും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് ചെല്ലുകയും ശിവരാമന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് കുഞ്ഞിനെ വാങ്ങി ആതിരയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് സേതു അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവന്തിക പറയുകയാണ്, അച്ഛാ, ഇയാള് ആതിരയുടെ കുഞ്ഞിനെ കൊണ്ട് ഇവിടുന്ന് ഓടാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അച്ഛനോട് ഇയാളെ വിശ്വസിക്കരുതെന്ന്. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ ശിവരാമന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ശിവരാമൻ പറയുമ്പോൾ തൻ്റെ ഒരു കാര്യവും എനിക്ക് കേൾക്കേണ്ടെന്നും ഇന്നു മുതൽ തനിക്കിവിടെ ജോലിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ശിവരാമനെ ആട്ടിയിറക്കുകയാണ് സേതുമാധവൻ. ഇത് കാണുന്ന അവന്തികയ്ക്ക് സന്തോഷമാകുന്നു. തുടർന്ന് സേതുമാധവൻ അകത്തേക്ക് വന്നതിന് ശേഷം ആതിരയോട് പറയുകയാണ്, മോളെ, കുഞ്ഞ് നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ പോയി കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്ക് എന്ന് സേതുമാധവനെ കുറ്റപ്പെടുത്തുകയാണ് അവന്തിക. ക്ഷമിക്കും മോളെ, അച്ഛനോട് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് സേതു മുറിയിലേക്ക് പോകുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇയാളെ ഇങ്ങനെ വിട്ടാൽ എന്താണെങ്കിലും ശരിയാകില്ല. ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക മൂർത്തിയെ വിളിക്കുന്നു. മൂർത്തി, ഇവിടാകെ പ്രശ്നമാണ്. ആ ശിവരാമൻ തന്നെ കാര്യം. അയാൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാ ശ്രമിച്ചത്. ഇനി അവൻ തിരിച്ച് നെല്ലിശ്ശേരിയിൽ എത്താൻ പാടില്ല. അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്.
അവന്തിക ധൈര്യമായിട്ടിരിക്കുക. ഇനി ആ ശിവരാമൻ ശല്യത്തിന് വരില്ലെന്ന് പറഞ്ഞ് മൂർത്തി കോള് കട്ട് ചെയ്യുന്നു. ശിവരാമന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെ ആതിരയുമാണ്. നടന്ന കാര്യങ്ങളെല്ലാം സന്ദീപിനോട് പറയുകയാണ് ആതിര. എൻ്റെ കുഞ്ഞെന്ന് അയാൾ കുറേ വട്ടം പറയുന്നുണ്ടായിരുന്നു. അയാൾ മനഃപൂർവ്വം തന്നെയാ നമ്മുടെ മോളെ എടുത്തുകൊണ്ട് പോയത്. ഇതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ടെന്നും. ആതിരെ, നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാൻ നിൽക്കണ്ട. നീ പോയി റെസ്റ്റ് എടുക്കാൻ സന്ദീപ് ആതിരയോട് പറയുന്നു. അതിനുശേഷം സന്ദീപ് മനസ്സിൽ പറയുകയാണ്, ആതിര സംശയിച്ചതിൽ എന്തെങ്കിലും സത്യമുണ്ടാകുമോ, എന്തെങ്കിലും ദുരൂഹത ഇതിന് പിന്നിലുണ്ടാകുമോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.